കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡെയിലി ക്വിസിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ദ സുപ്രീം കോർട്ട് ഹാസ് എക്സാമിൻഡ് ദ പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡന്റ് അണ്ടർ ഡിഫറെൻറ്റ് കേസസ് ആൻഡ് ഡേ ഡൗൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്. സുപ്രീം കോർട്ട് പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവർ പല രീതിയിൽ പുനഃപരിശോധിച്ചിട്ടുണ്ട്, എക്സാമിൻ ചെയ്തിട്ടുണ്ട് എന്നും ആൻഡ് ലേ ഡൗൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്, എന്നിട്ട് കുറേയധികം കാര്യങ്ങൾ അതിന് മുഖേന പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ദ പെറ്റീഷണർ ഫോർ മേഴ്സി ഹാസ് നോ റൈറ്റ് ടു ആൻ ഓറൽ ഹിയറിംഗ് ബൈ ദ പ്രസിഡൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മേഴ്സി പെറ്റീഷൻ, ഇപ്പോൾ ഒരാളെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ വധശിക്ഷ അടുത്തു. അപ്പം അയാൾക്ക് ആരിലേക്കാണ് പ്രസിഡൻറ്റിലേക്ക് മേഴ്സി പെറ്റീഷൻ കൊടുക്കാം. പക്ഷേ ഇയാൾക്ക് ഒരു കാരണവശാലും പ്രസിഡൻറ്റിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേൾക്കാൻ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓറൽ ഹിയറിംഗ് കേൾക്കാൻ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന കേൾക്കാൻ ഒരു അവകാശവുമില്ല എന്നാണ് ഒന്നാമത്തെ ഇത് പറയുന്നത്. ദ പെറ്റീഷൻ ഫോർ മേഴ്സി ഹാസ് നോ റൈറ്റ് ടു ആൻ ഓറൽ ഹിയറിംഗ് ബൈ ദ പ്രസിഡൻറ്റ്. ഉണ്ട് ദ പ്രസിഡൻറ്റ് ഈസ് ബൗണ്ട് ടു ഗീവ് റീസൺസ് ഫോർ ഹിസ് ഓർഡർ. പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ദ പ്രസിഡൻറ്റ് ഈസ് ബൗണ്ട് ടു ഗീവ് റീസൺസ് ഫോർ ഹിസ് ഓർഡർ. ഇപ്പോൾ അദ്ദേഹം ഒരു ഓർഡർ ഇട്ടു പ്രസിഡൻറ്റ്, അദ്ദേഹം ആ ഒരു ഓർഡർ ഇട്ട് അദ്ദേഹത്തിന് കുറേ റീസൺസിലായിരിക്കണമല്ലോ അദ്ദേഹം ഓർഡർ ഇടുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ ഉറച്ചു നിൽക്കുക, അതാണ് പറയുന്നത്. പ്രസിഡന്റ് ഈസ് ബൗണ്ട് ടു ഗീവ് റീസൺസ് ഫോർ ഹിസ് ഓർഡർ. അടുത്തത്, ദ എക്സസൈസ് ഓഫ് പവർ ബൈ ദ പ്രസിഡന്റ് ഈസ് നോട്ട് സബ്ജക്ട് ജുഡീഷ്യൽ റിവ്യൂ. പ്രസിഡൻറ്റിൻ്റെ ഈ ഒരു പവർ ഉണ്ടല്ലോ, ഇതിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ കഴിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് ഇതിൻ്റെ അകത്തൊന്നും ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് മൂന്നാമത്തെ പറയുന്നത്. ഇതിലേതൊക്കെയാണ് നമുക്ക് നോക്കാം. ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എ ആണ്. എന്താണ്? ഒന്ന് മാത്രമേ ഉള്ളൂ ശരി. ദ പെറ്റീഷൻ ഫോർ മേഴ്സി ഹാസ് നോ റൈറ്റ്. അതാണോ പ്രസിഡൻറ്റിൻ്റെ ഓറൽ ഹിയറിംഗ് കേൾക്കാൻ ഒരു അവകാശവും ഇല്ല. പക്ഷേ 2, 3 തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ദ പ്രസിഡന്റ് ക്യാൻ എക്സാമിൻ ദ എവിഡൻസ് ഫ്രഷ് ആൻഡ് ടേക്ക് എ വ്യൂ ഡിഫറെൻറ്റ് ഫ്രം ദ വ്യൂ ടേക്കൺ ബൈ ദ കോർട്ട്. അപ്പം പ്രസിഡൻറ്റിന് ഇത് ഹർജി സ്വയമേ കേൾക്കാം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രസ്താവിക്കാം. പ്രസിഡന്റ് ക്യാൻ അഫോർഡ് റിലീഫ് നോട്ട് ഓൺലി ഫ്രം എ സെൻറ്റൻസ് ദാറ്റ് ഹി റിഗാർഡ്സ് അണ്ടർ ഹാർഷ് ബട്ട് ആൾസോ ഫ്രം എവിഡൻറ്റ് മിസ്റ്റേക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇങ്ങനെ കേൾക്കുന്നത് ഇൻ കേസ് ഈ കോടതിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയ ഒരാളെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ചാലും പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തും. അതൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്നത്. യൂഷ്വലി ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഡീൽസ് വിത്ത് ദീസ് ഇഷ്യൂസ്. ഇത് കൂടുതലും ഡീൽ ചെയ്യുന്നത് ഹോം അഫയേഴ്സ് ആണ്. ആൻഡ് ദ ഫൈനൽ ഡിസിഷൻ ഈസ് പാസ്ഡ് ബൈ ദ ക്യാബിനറ്റ് ടു ദ പ്രസിഡന്റ് ആണ് അവസാനത്തെ ഡിസിഷൻ. പ്രസിഡന്റ് ഈസൻ ബൗണ്ട് ടു ഗീവ് റീസൺസ് ഫോർ ഹിസ് ഓർഡർ. ഇറ്റ് ഈസ് എ ഹ്യൂമാനിറ്റേറിയൻ ഇൻ്റർവെൻഷൻ ആണ്. പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഇങ്ങനെ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല, പിന്നെ അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഇൻ്റർവെൻഷൻ ആണിത്. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ എക്സെപ്റ്റ് വേർ ദ പ്രസിഡൻഷ്യൽ ഡിസിഷൻ ഈസ് ആർബിട്രറി, ഇറാഷണൽ, മാലിഫൈഡ് ഓർ ഡിസ്ക്രിമിനേഷൻ. ഇനി ജുഡീഷ്യൽ റിവ്യൂവിന് ഇത് വിധേയമല്ല, എക്സെപ്റ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ടോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇടപെടാം, അല്ലെങ്കിൽ പറ്റത്തില്ല. രണ്ടാമത്തെ ചോദ്യം, ദ പ്രസിഡന്റ് ഹാസ് ടു മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു an oath or affirmation administered to him by the Chief Justice of India before entering upon his office. The oath does not include which of these statements. കാരണം വെച്ചാൽ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലിയാണല്ലോ, ആർക്കും മുമ്പായിട്ടാണ്? ചീഫ് ജസ്റ്റിസ് ആണ് സത്യപ്രതിജ്ഞാവാദം ചൊല്ലിക്കൊടുക്കുന്നത്, അദ്ദേഹം ഓഫീസിൽ കയറുന്നതിന് മുമ്പ്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്കകത്ത് ഇൻക്ലൂഡ് ആവാത്ത അല്ലെങ്കിൽ ഉൾപ്പെടാത്ത കുറേ സ്റ്റേറ്റ്മെൻറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടു ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ്, ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ദ സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ടു പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ, to do right to all manner of people in accordance with the constitution and the law without fear or favor, affection or ill will. ഇതിലേതൊക്കെയാണ് ഇതിൻ്റെ സത്യപ്രതിജ്ഞാവാദത്തിൽ ഇല്ലാത്തതെന്ന്? സൊല്യൂഷൻ ഡി ആണ്. ബാക്കിയൊക്കെ ഉണ്ട്, അപ്പോൾ ഡി ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ഹിസ് ഓഫ് ദ പ്രസിഡന്റ് അസ്വേഴ്സ്, ഇത്തരം കാര്യങ്ങളാണ് പ്രസിഡന്റ് പറയാനുള്ളത്. ടു ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ്, ടു പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ, ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ദ സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ അത്രയാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 3 നോക്കാം. ഓർഡേഴ്സ് ആൻഡ് അതർ ഇൻസ്ട്രുമെൻറ്റ്സ് മെയ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ ദ നെയിം ഓഫ് ദ പ്രസിഡന്റ് ഷാൾ ബി ഒതൻറ്റിക്കേറ്റഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ റൂൾസ് ടു ബി മെയ്ഡ് ബൈ ദ. ഓർഡറുകളും ചില കാര്യങ്ങളും ഒക്കെ പ്രസ്താവനകളും ഒക്കെ
ആരുടെ പേരിൽ എടുക്കുന്നത്? പ്രസിഡന്റിൻ്റെ പേരിൽ എടുക്കുന്നത് ഷാൾ ബി ഓതൻറ്റിക്കേറ്റഡ് ഇൻ സച്ച് എ മാനർ. താഴെ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഉം, എങ്ങനെ സച്ച് എ മാനർ ആസ് ബി സ്പെസിഫൈഡ് ഇൻ റൂൾസ് ടു ബി മെയ്ഡ് ബൈ കുറേയധികം നിയമപ്രകാരമാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് പ്രസിഡന്റിൻ്റെ പേരിലെടുക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് ആധികാരികതയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പാർലമെൻറ്റ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ക്യാബിനറ്റ് സെക്രട്ടറി. സൊല്യൂഷൻ ബി ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ നോക്കിക്കേ, ഓർഡേഴ്സ് ആൻഡ് അതർ ഇൻസ്ട്രുമെന്റ്സ് മെയ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ ദ നെയിം ഓഫ് ദ പ്രസിഡന്റ് ഷാൾ ബി ഓതൻറ്റിക്കേറ്റഡ് ഇൻ സച്ച് എ മാനർ ആസ് ബീൻ സ്പെസിഫൈഡ് ഇൻ റൂൾസ് ബി മെയ്ഡ് ബൈ ദ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർഡറും അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസും പ്രസിഡന്റ് പേരിലെടുക്കുന്ന ആ ഒരു കാരണത്തിൽ ആ ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കുന്നുള്ള സ്പെഷ്യൽ റൂൾസ് ആറ് പേര് തന്നെയാണ് അതിലുള്ള പ്രസിഡന്റ് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 77 കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഇപ്പോൾ ഒന്നാമത്തെ ആണെങ്കിൽ ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷാൾ ബി എക്സ്പ്രസ് ടു ബി ടേക്കൺ ദ നെയിം ഓഫ് ദ പ്രസിഡന്റിൻ്റെ പേരിൽ തന്നെയാണ് മിക്കാറുള്ള എല്ലാം എടുക്കാറുള്ളത്. അടുത്ത നാലാമത്തെ ചോദ്യം, ദ ഗവർണർ എക്സസൈസ് ഹിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്. ഗവർണർ പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ പവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിന് കുറച്ച് പവറുണ്ട്. അപ്പോൾ താഴെ പറഞ്ഞ രീതിയിൽ അത് അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാം. ഏതൊക്കെയാണോ കുറച്ച് സ്റ്റേറ്റിനുള്ളതാണ്. റെക്കമെൻഡേഷൻ ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് ദ പ്രസിഡൻസ് റൂൾ ഇൻ ദ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൽ പ്രസിഡൻറ്റിൻ്റെ റൂൾ വേണമെന്ന് അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം. ആൻഡ് എക്സസൈസിങ് ഹിസ് ഫങ്ഷൻസ് ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ആൻ അഡ്ജോയിനിങ് യൂണിയൻ ടെറിട്ടറി. ഒരു യൂണിയൻ ടെറിട്ടറിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പവർ കാഴ്ചവെക്കാനുള്ള രീതി. ആൻഡ് സീക്കിംഗ് ഇൻഫോർമേഷൻ ഫ്രം ദ ചീഫ് മിനിസ്റ്റർ വിത്ത് റിഗാർഡ് ടു ദ ലെജിസ്ലേറ്റീവ് മാറ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ചീഫ് മിനിസ്റ്ററോട് എന്തെങ്കിലും വിവരം വേണമെങ്കിൽ അത് ആവശ്യപ്പെടാനുള്ള അധികാരം. ഇതിലേതൊക്കെയാണ് നമുക്ക് നോക്കാം. സൊല്യൂഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഈ പറഞ്ഞ എല്ലാം ശരിയാണ്. The reservation of bill for the construction of the president, recommendation for the imposition of the president's rule in the state, while exercising his functions as administrator of an adjoining union territory. ഈ പറഞ്ഞ എല്ലാം ശരിയാണ്. അവസാനത്തെയും ശരിയാണ്. Seeking information from the chief minister with regard to the administrative and legislative matters of the state. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, consider following statements. The governor is appointed by the president by warrant under his hand and seal. ഗവർണറെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡൻ്റാണ്. എങ്ങനെയാണ്? ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. ഒരു പ്രത്യേക തരത്തിലുള്ള നിർദ്ദേശം, വാറന്റ് ഹിസ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അത് സമർപ്പിക്കുകയാണ് ആ ഒരു അധികാരം. അപ്പം ആരാണ് പിന്നെ അതിനെ ഏൽപ്പിക്കുന്നത്? പ്രസിഡന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഓഫീസ് ഓഫ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് നോട്ട് എൻ എംപ്ലോയ്മെൻറ്റ് അണ്ടർ ദ സെൻട്രൽ ഗവൺമെൻറ്. ഒരു സംസ്ഥാനത്തെ ഒരു ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയ്മെൻറ്റിൻ്റെ പരിധി വരുന്നതല്ല. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ, ഗവർണർ ഹൂസ് ടേം ഹാസ് എക്സ്പയർഡ് കനോട്ട് ബി റീ അപ്പോയിൻറ്റഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓർ എനി അതർ സ്റ്റേറ്റ്. ഒരു ഗവർണർ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അതേ സംസ്ഥാനത്തിന് റീ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്നും, അല്ലെങ്കിൽ എനി അതർ സ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ അങ്ങനെ റീ അപ്പോയിൻറ്റ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓർ എനി അതർ സ്റ്റേറ്റ്. അപ്പോൾ ഒരു ഗവർണർ അദ്ദേഹത്തിന് കാലാവധി കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തോ ഇനി അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ റീ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയുന്നത്. ഇതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എ ആണ്. ഉത്തരം എ മാത്രമേ ഉള്ളൂ ശരി. എന്താ? ദ ഗവർണർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ മാത്രമേ ഉള്ളൂ ശരി. ഇപ്പോൾ സാർ കറക്റ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എ ആണ്. ദ ഗവർണർ ഈസ് നൈദർ ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ഓർ ഇൻഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദ സ്പെസിഫിക് ഇലക്ടറൽ കോളേജ് കേസ് വിത്ത് പ്രസിഡന്റ്. അതറിയാമല്ലോ, പ്രസിഡന്റ് കൂട്ട് ഇൻഡയറക്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ അല്ലല്ലോ സെലക്ട് ചെയ്യുന്നത്. ഹീസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. ഇൻ എ വേ ഹീസ് എ നോമിനി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് നോമിനിയാണ്. ബട്ട് ഹാസ് ഹെൽഡ് അത് സുപ്രീം കോടതി ഇൻ 70. ദ ഓഫീസ് ഓഫ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് എംപ്ലോയ്മെൻറ്റ് അണ്ടർ സെൻട്രൽ ഗവൺമെൻറ്. It is an independent constitutional office and is not under the control of or subordinate to the central government. Further, a governor whose term has expired by the reappointment in the same state or അപ്പോൾ ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഗവർണറുടെ എക്സ്പയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അതേ സംസ്ഥാനത്ത് തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലോ റീഅപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിടണം. അടുത്ത, എ ഗവർണർ ക്യാൻ ഹോൾഡ് ഓഫീസ് ബിയോണ്ട് ഹിസ് ടൈം ഓഫ് 5 years ആൻഡ് സക്സസ് അസ്യൂംസ് ചാർജ്.
അപ്പോൾ 5 വർഷം ആണെന്നല്ലേ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ടേം. ഇനിയും അദ്ദേഹത്തിൻ്റെ പിൻഗാമി വരുന്നിടം വരെ അദ്ദേഹത്തിന് ആ ഓഫീസിൽ തുടരാം. ഗവർണർ ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ദർ കനോട്ട് ബി എൻ ഇന്റർ എന്ന് വെച്ചാൽ അങ്ങനെ വെക്കുന്നത് ഒരു സംസ്ഥാനത്ത് ഗവർണർ ഇല്ലാത്തൊരവസ്ഥ വരരുത് എന്നുള്ളത് കൊണ്ടാണ്.